വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ്. ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു. കൂടാതെ +1, +2, കൊമേഴ്സ്, ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ്. 5 മുതൽ +2 വരെയുള്ള സ്റ്റേറ്റ് CBSE വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് സിൻസ് 1960. ബസ് സ്റ്റാൻഡിന് സമീപം ചേലക്കര. രാജ്യത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലെത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്നു. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നിർവഹിച്ചു. ഒരു സംരംഭമായിട്ടാണ് കടന്നു വന്നത്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഊർജ്ജം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ജ്യോതി കോളേജിലെ 4ാം വർഷ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ LED ബൾബുകൾ ഈ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കനത്ത ചൂടുള്ള സമയമാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പൊക്കെ മണിക്കൂറുകളോളമാണ് നമ്മുടെ പവർക്കട്ട് നമ്മുടെ സംസ്ഥാനത്തെല്ലാം ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള പുതിയ സംവിധാനങ്ങളെല്ലാം വന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായി പവർക്കട്ടില്ലാത്തൊരു സംസ്ഥാനമായി മാറിയത്. നിങ്ങൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. നമ്മുടെ അടുത്തുള്ള എയർപോർട്ട് സോളാറിലാണ് മുഴുവൻ വൈദ്യുതി ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കുക. അതെല്ലാം പുതിയ ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് വന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പുതിയ വീടുകൾ വരുന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളെല്ലാം സോളാറിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് കറണ്ട് സംരക്ഷിക്കാനും ഊർജ്ജം സംരക്ഷിക്കാനുള്ള പ്രവർത്തനം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ വകുപ്പും വള്ളത്തോൾ നഗർ പഞ്ചായത്തും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ അക്കാദമിക് ഡയറക്ടർ ഫാദർ ജോസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ഇലക്ട്രിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ജെൻസൺ ജോസ്, 13ാം വാർഡ് മെമ്പർ താജുനിസ, ഡോക്ടർ ഷിജോ വി തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ LED ബൾബുകൾ ഓരോ വീടുകളിൽ ചെന്ന് വിതരണം ചെയ്യുകയും ഊർജ്ജ സംരക്ഷണം, ഗാർഹിക ഉപകരണങ്ങളുടെ റിപ്പയറിംഗ്, വയറിംഗ് അടിസ്ഥാന തത്വങ്ങൾ, ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗ രീതി എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയും ലഘുരേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ 60 വിദ്യാർത്ഥികളാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗ്രാമങ്ങളിലെ വീടുകളിൽ കയറിയിറങ്ങിയത്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ജെൻസൺ ജോസ്, ഡോക്ടർ വി ഷിജോ, അനു സണ്ണി, ജിതിൻ കെ ജോസ്, NM സലീം, സാൻഡോ, വിദ്യാർത്ഥി കോർഡിനേറ്റർമാർ സൂര്യനാരായണൻ, ആര്യനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.